ട്രോളി ബാഗ് വിവാദത്തിൽ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം ബിന്ദു കൃഷിയുടെ മൊഴിയെടുക്കും. കൊല്ലത്തെ ഫ്ളാറ്റിൽ വെച്ചാണ് മൊഴിയെടുക്കുക. അല്പസമയത്തിനകം പോലീസ് സംഘം ഫ്ളാറ്റിലെത്തും. MG പ്രതീഷ് കൊല്ലത്ത് ചേരുന്നു. പ്രതീഷ്, വിവരങ്ങൾ. സുഹൈൽ, പാലക്കാട് നിന്നുള്ള പോലീസ് സംഘം അല്പസമയം മുമ്പ് ബിന്ദുകൃഷ്ണയുടെ വീട്ടിൽ എത്തി. നിലവിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘമാണ്. ബിന്ദുകൃഷ്ണയുമായി പ്രാഥമികമായ ആശയവിനിമയം നടത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ട്രോളി ബാഗുമായി ബന്ധപ്പെട്ടെടുത്ത കേസിലാണ് നിലവിൽ ബിന്ദുകൃഷ്ണയിൽ നിന്ന് പോലീസ് സംഘം മൊഴിയെടുക്കുന്നത്. നേരത്തെ ഷാനിമാൾ ഉസ്മാനിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. അതിനുശേഷമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ബിന്ദുകൃഷ്ണയിൽ നിന്നും പോലീസ് സംഘം മൊഴിയെടുക്കുന്നത്. ഇതിൽ ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കും കോളിളക്കങ്ങൾക്കും വഴിയൊരുക്കിയതാണ് ഈ ട്രോളി ബാഗ് വിവാദം. അന്ന് പോലീസ് പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ബിന്ദുകൃഷ്ണയും ഭർത്താവും മുറിയിലുണ്ടായിരുന്നു. ഈ വനിതാ പോലീസ് ഒന്നും തന്നെ ഇല്ലാതെ പരിശോധന നടത്തിയെന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ബിന്ദുകൃഷ്ണ ഉന്നയിച്ചിരുന്നു. അന്ന് ഈ അവരുടെ ബാഗ് അടക്കം പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തതും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതും. പക്ഷേ ആ അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ് പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം ഇതിൽ പ്രാഥമികമായി ഒന്നു തന്നെ കണ്ടെത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ബിന്ദുകൃഷ്ണയിൽ നിന്നും ആ ഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ജനപ്രതിനിധികളിൽ നിന്നും മൊഴിയെടുക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ഈ മൊഴിയെടുപ്പ് തുടങ്ങുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അന്ന് ആ ഘട്ടത്തിൽ പോലീസിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളായിരുന്നു ബിന്ദുകൃഷ്ണയും ഒപ്പം മറ്റ് കോൺഗ്രസ് നേതാക്കളും ഉന്നയിച്ചിരുന്ന കാര്യം. അന്ന് പറഞ്ഞ കാര്യങ്ങളടക്കം ബിന്ദുകൃഷ്ണ ഇന്ന് ഈ പോലീസ് സംഘത്തോട് ആവർത്തിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പാലക്കാട് നിന്നുള്ള പോലീസ് സംഘത്തിനോടൊപ്പം വനിതാ SI ആണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വനിതാ SIയുടെ നേതൃത്വത്തിലാണ് നിലവിൽ ബിന്ദുകൃഷ്ണയിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഒന്നുമില്ലെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് പാലക്കാട് SP റിപ്പോർട്ട് നൽകിയിരുന്നതിൽ തുടർ നടപടി ആവശ്യമില്ലെന്നും പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ ബിന്ദുകൃഷ്ണയുടെ മൊഴിയെടുപ്പ്. MG പ്രതീഷാണ് കൊല്ലത്ത് എന്ന വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം.